വയനാട്ടിലെ അമ്പുകുത്തിമല പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഐതിഹ്യം ഓർമ്മ വരും. ശ്രീരാമൻ്റെ മക്കളായ ലവകുശന്മാർ അമ്പെയ്ത് പിളർത്തിയ മലയാണിതെന്ന് പഴമക്കാർ പറയും. അതുകൊണ്ടാണിതിനെ അമ്പുകുത്തിമല എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് വെറും ഒരു ഐതിഹ്യമല്ല, മനുഷ്യ ചരിത്രത്തെ തന്നെ തിരുത്തിക്കുറിക്കാൻ കഴിയുന്ന ഒരു വലിയ സത്യമാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ച സിന്ധു നദീതട സംസ്കാരം അഥവാ ഇൻഡസ് വാലി സിവിലൈസേഷൻ അങ്ങ് പാകിസ്ഥാനിലും ഗുജറാത്തിലുമായി കിടക്കുന്ന ആ മഹാസംസ്കാരത്തിന് നമ്മുടെ വയനാടുമായി ഒരു രഹസ്യബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ദ മിസ്സിംഗ് ലിങ്ക് വരൂ പറഞ്ഞു തരാം. നമുക്ക് 1890കളിലേക്കൊന്ന് പോകാം. മലബാർ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫ്രെഡ് ഫോസറ്റ് എന്ന ബ്രിട്ടീഷുകാരൻ വയനാട്ടിലെ കാടുകളിൽ നായാട്ടിനായി എത്തിയതായിരുന്നു. കാടിനുള്ളിൽ വഴിവെട്ടി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ഒരു വിചിത്രമായ കല്ല് കണ്ടെത്തി. അതൊരു സാധാരണ കല്ലായിരുന്നില്ല. ശിലായുഗത്തിലെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഒരു കൽമഴുവായിരുന്നു അത്. കൗതുകം തോന്നി അദ്ദേഹം മുകളിലേക്ക് കയറി ചെന്നപ്പോൾ കണ്ടത് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആദിമ മനുഷ്യർ വരച്ചിട്ട ചിത്രങ്ങൾ നിറഞ്ഞ ഇടയ്ക്കൽ ഗുഹകൾ. ദക്ഷിണേന്ത്യയിൽ ഇത്തരമൊരു ഗുഹ അത് ആദ്യത്തെ കണ്ടുപിടുത്തമായിരുന്നു. പക്ഷേ ഫോസറ്റ് അന്ന് വിചാരിച്ചത് ഇതൊരു ഗോത്രവർഗ്ഗക്കാരുടെ ചിത്രരചന മാത്രമാണെന്നാണ്. 2009 ചരിത്രകാരനായ MR രാഘവ വാര്യർ ഇടയ്ക്കൽ ഗുഹയിലെ ചിത്രങ്ങളെപ്പറ്റി ആഴത്തിൽ പഠിച്ചു. അവിടെ അദ്ദേഹം ഒരു പ്രത്യേക ചിഹ്നം ശ്രദ്ധിച്ചു. മാൻവിത്തെ ജാർ അഥവാ കുടം ഏന്തിയ മനുഷ്യൻ. ഈ ചിഹ്നം ചരിത്രകാരന്മാരെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഇതേ ചിഹ്നമാണ് 2500 കിലോമീറ്റർ അകലെയുള്ള ഹാരപ്പയിലും മോഹൻജോദാരയിലും ലഭിച്ച മുദ്രകളിൽ ഉണ്ടായിരുന്നത്. ഒന്നല്ല രണ്ടല്ല, ഇടയ്ക്കൽ ഗുഹയിലെ 400-ലധികം കുറിപ്പുകൾക്ക് സിന്ധു നദീതട ലിപികളുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. 4000 വർഷങ്ങൾക്ക് മുമ്പ് വിമാനങ്ങളോ ഫോണോ ഒന്നുമില്ലാത്ത കാലത്ത് പാകിസ്ഥാനിലുള്ള ഒരു ജനത ഉപയോഗിച്ച അതേ ഭാഷ അല്ലെങ്കിൽ ലിപി എങ്ങനെയാണ് വയനാട്ടിലെ ഒരു ഗുഹയിലെത്തിയത്? ഇവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചോദ്യമുയരുന്നത്. BC 1900 സിന്ധു നദീതട സംസ്കാരം പൂർണ്ണമായി തകർന്നപ്പോൾ അവിടെയുള്ള ജനങ്ങൾ തെക്കോട്ട്, അതായത് സൗത്ത് ഇന്ത്യയിലേക്ക് കുടിയേറിയതാകാമോ? ദ്രാവിഡ ഭാഷകളുടെ ഉത്ഭവം സിന്ധു നദീതടത്തിൽ നിന്നാണെന്ന വാദത്തിന് ഏറ്റവും വലിയ തെളിവാണ് ഇടയ്ക്കൽ ഗുഹകൾ. അതായത് നമ്മുടെ പൂർവികർ വടക്കുനിന്ന് വന്നവരാകാം. ഇനിയൊരു അവസാനത്തെ രഹസ്യം കൂടി പറയാം. സിന്ധു നദീതട ലിപികൾ ഇന്നും ആർക്കും പൂർണ്ണമായി വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു പ്രഹേളികയെ തുടരുന്നു. പക്ഷേ ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് ആ ഭാഷയുടെ അർത്ഥം കണ്ടെത്താനുള്ള താക്കോൽ ഒരുപക്ഷെ ഇടയ്ക്കൽ ഗുഹയിലാകാം എന്നാണ്. കാരണം ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡ ഭാഷകളുമായി ഇതിന് വലിയ ബന്ധമുണ്ട്. ഈ പാറകളിൽ കൊത്തിവെച്ചിരിക്കുന്നത് വെറും ചിത്രങ്ങളല്ല, മൺമറഞ്ഞുപോയ ഒരു കാലഘട്ടത്തിൻ്റെ പാസ്വേഡാണ്. അത് ഡീകോഡ് ചെയ്യാൻ നമുക്ക് കഴിയുമോ? ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ചിന്തിക്കാൻ വകയുണ്ട്. ഇതുപോലുള്ള അപൂർവ വീഡിയോകൾക്കായി എപ്പിക്രോണിക്സ് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.